ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇത് Q&Aൻ്റെ ഫൈനൽ പാർട്ടും, അതായത് മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള വീഡിയോ ആണ് Q&Aൻ്റെ. അതിൻ്റെ ഉൾപ്പെടെ ഈ വീഡിയോയിൽ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടി വരുന്നുണ്ട്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 ബുക്സ്, ബ്രില്യൻറ്റിലെ +2 ബുക്സിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഉദ്ദേശിച്ച് 2 പാർട്ടിൽ Q&A ഒതുക്കണം എന്നായിരുന്നു. പക്ഷേ ഫസ്റ്റ് പാർട്ട് തന്നെ ഒതുക്കാൻ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ 36 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പാർട്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് കമൻസും കൂടി വന്നത്. അതിനോണ്ടാണ് ഈ പാർട്ട് 3യും കൂടി ഉണ്ടാക്കിയത്, ലാസ്റ്റ് പാർട്ടാക്കിയിട്ട്. ഏകദേശം ഒരു 7 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. പിന്നെ അൺബോക്സിങ് കൂടി വരുമ്പോൾ കുറച്ച് ഇത്തിരി ലെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പം നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹരികുമാറാണ്. ഡു യു എവർ ലോസ്റ്റ് യുവർ മോട്ടിവേഷൻ ടു സ്റ്റഡി JEE ബൈ തിങ്കിങ് ഓഫ് യുവർ കോമ്പറ്റീഷൻ ഫ്രം സെൻറ്റേഴ്സ് ലൈക്ക് അലൻ PW, അൺഅക്കാദമി, ഫിജി എക്സെട്ര? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം എന്താ പറയുകയാണെങ്കിൽ കാരണമൊന്നുമില്ല. അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്കൊരു ആവശ്യമില്ല. നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ മതി. അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് വെറുതെ പേടി. അവർ നല്ല പഠിക്കും, അറിയാം. പക്ഷേ അങ്ങനെ ചിന്തിച്ച് വെറുതെ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡു യു ഹാവ് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ നിന്ന്, പിന്നെ ഡിലീറ്റ് ചെയ്ത്, പിന്നെ കയറ്റിയിട്ടേ ഇല്ല. പിന്നെ ഡു യു ഹാവ് വാച്ച് രോഹിത് കാൽബുർഗീസ് വീഡിയോ? ഇല്ല, ആരാന്നും കൂടി അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാൻ യു പ്ലീസ് മേക്ക് എ ഡീറ്റെയിൽഡ് വീഡിയോ അബൌട്ട് JEE 2025 സിലബസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ടു കവർ? എന്തായാലും ഉടനെ ചെയ്യാൻ നോക്കാം. എനിക്കധികം അറിയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും നോക്കട്ടെ, വീഡിയോ ചെയ്യാൻ നോക്കാം. അടുത്തെന്താ വെച്ചാൽ ഫേവറേറ്റ് ആൻഡ് ഹെയ്റ്റഡ് സബ്ജക്റ്റ്? അത് ഞാൻ പറഞ്ഞിരുന്നു, ഫേവറേറ്റ് ഫിസിക്സാണ്. ഹെയ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ക്യാൻ യു പ്ലീസ് സജസ്റ്റ് സം വീഡിയോസ് ഓർ ചാനൽസ് കണ്ടെയ്നിങ് JEE ബേസ് ഇട്ട് തുടങ്ങാനാണെങ്കിൽ ടെല്ല ക്ലാസ്സസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ഞാൻ നോക്കിയിരുന്നു. അത്യാവശ്യം ബേസ് ഇട്ട് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബേസ് ഇട്ടിട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൈഡത്തിലും ബ്രില്യൻറ്റിലൊന്നും എടുക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ബാച്ച് ചേരുമ്പോൾ എടുക്കും, പക്ഷേ യൂട്യൂബിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാൻ യു പ്ലീസ് സജസ്റ്റ് സം? അത് വായിച്ചു. എനിവേ ഐ ഹോപ്പ് യുവർ ഇൻക്ലൂഡ് ഇൻ ക്വസ്റ്റ്യൻസ് യുവർ നെക്സ്റ്റ് പാർട്ട് ഇൻക്ലൂഡ് ചെയ്തു. ഇനി അടുത്ത ആൾ നോക്കാം. അടുത്ത കമൻറ്റ് ആരാ നോക്കുകയാണെങ്കിൽ ആയുഷു ആണ്. മടി മാറാനുള്ള ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രീമിക്ക് ഫോക്കസ് ചെയ്യുക. അപ്പം മടിയൊന്നും സ്വാഭാവികം ഉണ്ടാവില്ല. നമുക്ക് നല്ലോണം പഠിക്കണം എന്ന് തോന്നും. പിന്നെ അതുമല്ല, പേരൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കൺസിസ്റ്റൻസ് ആയി പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ഒന്നും ലീവ് എടുക്കാതിരിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. കുറച്ച് ദിവസം ലീവ് എടുത്തപ്പോൾ പിന്നെ പഠിക്കാൻ നല്ല രീതിയിലുള്ള മടി തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാതെ നോക്കുക. അതാണ് ടിപ്പുള്ളത്. ഇനി അടുത്ത ആൾ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടത് വിജിയാണ്. ഹായ് ബ്രോ, വാട്ട് വാസ് യുവർ ഡ്രീം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ IIT ബോംബെ CS എടുക്കുക എന്നുള്ളതാണ്. അത് കിട്ടണമെന്നില്ല, എന്നാലും ഡ്രീം അതാണ്. അപ്പോൾ ഗൈസ്, ഇനി കുറച്ച് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിന് മുന്നേ ഞങ്ങൾ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇത് മറ്റേ Q&Aൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ. ഇത് +2ൻ്റെ ബ്രില്യൻറ്റിലെ ബുക്ക് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് പരിപാടിക്ക് തുടങ്ങാം. അത്രേ ഉള്ളൂ, 3 ബുക്കിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്തിട്ട് വേണം. അപ്പോൾ ഗൈസ്, ഇത് പൊളിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 3 ബുക്കാണ്. ഇതൊന്ന് അങ്ങോട്ട് മാറ്റണം. ഇതിലിപ്പോൾ 3 ബുക്കുണ്ട്. ഒന്ന് ഫിസിക്സ്, ഇത് കെമിസ്ട്രി, മാത്സ്, 3 എണ്ണം ഉണ്ട്. ഇതിവിടെ ലേറ്റ് ഓണാക്കി വെച്ചിരിക്കുകയാണ് വെറുതെ. അപ്പോൾ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്. അപ്പോൾ ഇതാണ് ലോങ് ടേം 2025 2 ഇയർ മാത്തമാറ്റിക്സ് സ്റ്റഡി മെറ്റീരിയൽസ്. അത് അങ്ങനെ തന്നെ എല്ലാം എഴുതിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര പേജ് ഉണ്ടെന്ന് എല്ലാത്തിലും. മാത്തമാറ്റിക്സ് സ്റ്റഡി മെറ്റീരിയൽ ക്ലാസ് 12. ആദ്യം തന്നെ എന്തൊക്കെയോ പാടത്തിൻ്റെ ഇതൊക്കെ കൊടുത്തിന്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര പേജ് ഉണ്ടെന്ന് നമുക്ക് ലാസ്റ്റ് എടുത്താൽ മനസ്സിലാക്കാം. ഇവിടെ കാണുന്നില്ല. 175 പേജ് ഉണ്ട്. വിഷയം ആൻസർ കീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. വൈബായിരിക്കും. മാത്സിൻ്റെ അതാണ്. കെമിസ്ട്രിയിൽ 175 പേജ് ഉണ്ട്. പിന്നെ ഫിസിക്സിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് എല്ലാം. പാടത്തിൻ്റെ ഒരു 11 പാടമുള്ളൂ. രാവായല്ലോ. ഏത് ഫിസിക്സ്? കെമിസ്ട്രി എത്ര പാടുണ്ട്? 12 പാടോ. കെമിസ്ട്രി 10 പാടത്തല്ലേ ഉള്ളൂ. മാത്സും 12 പാടം. ഫിസിക്സിൽ ഏകദേശം 151 പേജ് ഉണ്ട്. എല്ലാം അങ്ങനെ തന്നെയാണ്. ആൻസർ കീ ഒക്കെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അൺബോക്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ? ഇനി നമുക്ക് അടുത്ത ആളുടെ ക്വസ്റ്റ്യൻസ് നോക്കാം.
അപ്പോൾ ഗൈസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്കൊക്കെ ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് വീഡിയോ ഇടണമെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വെക്കുക. ക്വസ്റ്റ്യൻ ഇട്ട ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂൻ ഓഫ് BTS എന്ന് പറഞ്ഞൊരു ബ്രോയാണ്. ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ ജെയ്ക്ക് വേണ്ട ബേസൊക്കെ ഉള്ള കുറച്ച് വീഡിയോസ് സജസ്റ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞിട്ട് എല്ലാ ക്ലാസ്സസ് അടിച്ച് നോക്കിയത് അതിൽ ബേസുകളുണ്ടെന്നാണ് കുറച്ചൊക്കെ ആൾക്കാരിനോട് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെയാണ്, സപ്പോസ് IIT ബോംബെ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഏത് IIT ആയിരിക്കും ബ്രോ ചൂസ് ചെയ്യുക? IIT മദ്രാസ്. എനിക്ക് ആകെ 3 മാത്രമേ ഡ്രീമിലുള്ളൂ: IIT ബോംബെ, IIT മദ്രാസ് അല്ലെങ്കിൽ NIT കാലിക്കറ്റ്. ഇത് 3 ഇത് കിട്ടണം എന്നില്ല, നമുക്ക് കിട്ടണേൽ പോവാം. പിന്നെ IIT ബോംബെയിൽ ഏത് ബ്രാഞ്ചാണ് ബ്രോ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. പിന്നെ PW ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അതെന്താ കാണാത്തത്? ഞാൻ അപ്പോൾ ബ്രില്യൻറ്റിൽ ചേർന്ന് അതിനോണ്ടാണ് കാണാത്തത്. പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയൊന്നും എനിക്ക് അധികം അറിയത്തില്ല, ഹിന്ദി തീരെ അറിയില്ല. ഇംഗ്ലീഷ് കുറച്ചെങ്കിലും മനസ്സിലാവും. എന്നാലും ഇപ്പം ബ്രില്യൻറ്റ് ഉണ്ടല്ലോ, ക്യാഷ് കൊടുത്ത് ചേർന്നല്ലേ, കാര്യം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് കാണുകയാണ്. പിന്നെ എനിവേ ഐ ആം ആൾസോ എ JEE ആസ്പിറന്റ്. മൈ എയിം ഈസ് ആൾസോ IIT ബോംബെ. ഐ നോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ബട്ട് ഐ ട്രൈ മൈ മാക്സിമം ആൻഡ് യുവർ വീഡിയോസ് ആർ ഗ്രേറ്റ് ആൻഡ് ഇൻസ്പയറിങ്. വിഷിങ് യുവർ ഡ്രീംസ് കം ട്രൂ. താങ്ക് യു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് മെർവിനാണ്. 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ സീയിങ് വീഡിയോസ് ആൻഡ് റൈറ്റിംഗ് നോട്ട്സ് ഈസ് എഫക്റ്റീവാണ് ബട്ട് ടൈം കൺസ്യൂമിങ് ആണ്. എന്നാലും എനിക്ക് നോട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ബെറ്ററായി തോന്നിയത്. ചിലവർക്ക് അങ്ങനെയല്ല, PDF നോട്ട്സൊക്കെ വായിച്ചാൽ പറ്റും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി ദ വീഡിയോസ് വിച്ച് വി ആർ സീയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദി കൺസെപ്റ്റ്സ് ഇറ്റ് സെൽഫ് ഈസ് ടേക്കിംഗ് 2 hours ഓർ മോർ. ഹൗ ടു ഫൈൻഡ് ടൈം ടു സ്റ്റഡി ദീസ് കൺസെപ്റ്റ്സ് അഗൈൻ. ഞാൻ ആദ്യം വീഡിയോ കാണും, പിന്നെ രാവിലെ ഒന്ന് റിവൈസ് ചെയ്യും. പിന്നെ നമുക്ക് അത്യാവശ്യം അത് കൺസെപ്റ്റൊക്കെ മനസ്സിലാവുമല്ലോ ആ വീഡിയോയിൽ. പിന്നെ എപ്പോഴെങ്കിലും മനസ്സിലാവില്ലെങ്കിൽ ആ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 1.75x ഇട്ട് കാണാം. അതാകുമ്പോൾ സ്പീഡിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ തന്നെ ആ നോട്ട്സ് വായിച്ച് നോക്കിയാൽ തന്നെ അത്യാവശ്യം കിട്ടിയിട്ടും, കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പം നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ NCERT എക്സാമ്പിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ബട്ട് ദേ ആർ നോട്ട് പ്രസൻറ്റഡ് ഇൻ എ വേ ടു അണ്ടർസ്റ്റാൻഡ്. റെക്കമെൻഡഡ് എ യൂട്യൂബ് ചാനൽ ഓർ എനി അതർ റിസോഴ്സ് ടു സ്റ്റഡി NCERT എക്സാമ്പിൾ. NCERT റീഡ് ചെയ്യാൻ എക്സാമ്പിളിനൊക്കെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഒരു ഹിന്ദിയാണ്. അത് ഒരു വായിക്കാൻ അത്യാവശ്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ അപ്പോൾ കാണില്ല, എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക, കൊടുക്കുക എന്തായാലും. അപ്പോൾ അതാണ് ഞാൻ നോക്കൽ. അല്ലെങ്കിൽ ഞാൻ നോക്കലുണ്ട്, കാരണം ഇത് ബ്രില്യൻറ്റിലുണ്ട് കുറച്ച് ലേണിംഗ് ആപ്പിൽ എന്തുണ്ട് NCERT റീഡ് ചെയ്യണൊക്കെ, അതും ഞാൻ നോക്കലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹൗ ടു റിമെമ്പർ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് അതർ കെമിസ്ട്രി കൺസെപ്റ്റ്സ് ഫോർ ലോങ്. ഐ ആം ഫോർഗോട്ടിങ് എവറിത്തിങ് വിത്തിൻ 1 week എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അങ്ങനെ മറക്കലുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഇപ്പം തന്നെ മറന്നുണ്ടാവും ഞാൻ. ഇനി നമുക്ക് ഇതിപ്പോൾ ആദ്യം തന്നെ ഒക്കെ കൺസെപ്റ്റ് പഠിച്ചിട്ട് പിന്നെ റിവൈസ് ചെയ്യാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ ഒന്ന് പഠിച്ച് പിറ്റേന്ന് റിവൈസ് ചെയ്യും, പിന്നെ നമുക്ക് ആ ഓർമ്മ ഉണ്ടാവും, അത്യാവശ്യം ഓർമ്മ ഉണ്ടാവും. പിന്നെ ആ കൺസെപ്റ്റ് വീഡിയോ കാണാൻ. ഓർഗാനിക് കെമിസ്ട്രി അധികം ടെസ്റ്റ് NCERT നോക്കുകയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആരാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂൻ ഓഫ് BTS എന്ന് പറഞ്ഞാൽ 2ാമത്തെ ക്വസ്റ്റ്യനാണ്. 2 ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഡ് യു എവർ വാച്ച് അൽബിൻ കട്ടാക്കട സാർസ് വീഡിയോ ഫോർ മാത്സ്? ഇഫ് യെസ് ഇറ്റ്സ് എഫക്റ്റീവ്. ഞാൻ അൽബിൻ കട്ടാക്കട സാറിൻ്റെ ലാസ്റ്റിലേക്കാണ് കണ്ടത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കമൻറ്റൊക്കെ വന്നിരുന്നു അൽബിൻ കട്ടാക്കട സാറിൻ്റെ അടിപൊളിയാണെന്ന്. അത് കണ്ട് ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അത് സാറ് പറഞ്ഞ തന്നെ വന്നു. അതാണെങ്കിൽ ഭയങ്കര ടഫ് ആയിരുന്നു അത്യാവശ്യം. ഞാൻ അത് പഠിച്ചില്ലായിരുന്നു, ഞാൻ സൈഡത്തിൽ നോക്കിയിട്ടായിരുന്നു, യൂട്യൂബ് ക്ലാസ് നോക്കിയിട്ടായിരുന്നു പഠിച്ച്. പക്ഷേ യൂട്യൂബിൽ അതൊന്നും പറഞ്ഞിരുന്നു. 6 മാർക്ക് കിട്ടിയെങ്കിൽ തന്നെ അത് അൽബിൻ സാറിന് കണ്ടിട്ടാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ A+ ഉറപ്പിക്കാനൊന്നും കഴിയില്ല, അപ്പോൾ ഉറപ്പൊന്നുമില്ല വലുതായിട്ട്. എന്നാലും അത് കണ്ടുകൊണ്ട് 6 മാർക്ക് തന്നെ കിട്ടിയെന്ന് പറയാം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് അത്യാവശ്യം നല്ല എഫക്റ്റീവ് തന്നെയാണ്. ഇനി ഞാൻ +2 അത് കാണണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡു യു ഫോളോയിങ് എനി JEE റോഡ് മാപ്സ് ഒന്നും ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല, ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ ഫോളോ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ബെസ്റ്റ് ഫോർ JEE ഓൺലൈൻ കോച്ചിങ് എജ്യൂപോർട്ട് സൈലം. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. 2ൻ്റെയും വീഡിയോസ് ഓൺലൈനായിട്ട് കൊടുത്ത് യൂട്യൂബിൽ കൊടുത്ത് 2ഉം കണ്ടുവെക്കുക. അതിൽ നിങ്ങൾക്ക് ഏതാണ് എഫക്റ്റീവായി തോന്നുന്നത് അതെടുക്കുക. പിന്നെ അടുത്തെന്താ ഈസ് അലക്സാർ എക്സാമിനർ ഈസ് ഇനഫ് ഫോർ ഫിസിക്സിന് അത് ബോർഡ് എക്സാമിന് അലക്സാർ മതി. ഞാൻ അത് മാത്രമേ കാണാറുള്ളൂ. എനിക്ക് ഫിസിക്സ് അത്യാവശ്യം നല്ല സിമ്പിളായിരുന്നു ബോർഡ് എക്സാം. പിന്നെ വേർ ഡിഡ് യു ഡു ദി മോക്ക് ടെസ്റ്റൊക്കെ ഞാൻ ബ്രില്യൻറ്റിലുണ്ട്, അതാണ് ഞാൻ അറ്റൻഡ് ചെയ്യൽ. അടുത്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സജസ്റ്റ് സം JEE ബേസിക് ക്ലാസ്സസ് ഇൻ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ട് എല്ലാ ക്ലാസ്സസ് ഉണ്ട്.
അതിൽ ബേസ് ഇട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതൊന്ന് നോക്കുക എല്ലാവരും. ടെലഗ്രാസിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി. സജസ്റ്റ് സം പറഞ്ഞു ഇൻ വൺ ഷോട്ട് വീഡിയോസ് ഇനഫ് ഫോർ ജി. അത് മതിയാവും തോന്നുന്നില്ല. വൺ ഷോട്ട്സിൽ അധികം കൊള്ളിക്കാൻ കഴിയും തോന്നുന്നില്ല. വൺ ഷോട്ട്സ് മതിയാവും വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും അത്ര പോരാ. പിന്നെ ഇൻക്ലൂഡ് ദിസ് യുവർ നെക്സ്റ്റ് പാർട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഗൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. Q&Aൻ്റെ 3 പാർട്ടും കഴിഞ്ഞു. പിന്നെ അൺബോക്സിങ് വീഡിയോ ഇതിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.